അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും പറഞ്ഞ കാര്യങ്ങളോട് ഞാനും യോജിക്കുകയാണ്. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതിലേറ്റവും പ്രധാനമായി 1991 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയും 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും എന്ന താക്കോൽ സ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 91 ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നടപ്പാക്കിയിരുന്ന സാമ്പത്തിക നയങ്ങളിൽ ഒരു വ്യതിയാനം, രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ദീർഘനാളുകൾ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു നയം 91 അവതരിപ്പിക്കുകയുണ്ടായി. സാർ, ആ നയങ്ങൾ അവതരിപ്പിച്ചത് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ബുദ്ധിയിൽ ഉദിച്ച നയങ്ങൾ എന്ന അർത്ഥത്തിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും തന്നെ ആ കാലഘട്ടത്തിൽ എതിർപ്പുകളുണ്ടായി. പക്ഷെ പിന്നീട് ആ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, അദ്ദേഹത്തിൻ്റെ നയങ്ങളെ പാർട്ടിയുടെ നയങ്ങളായും സർക്കാരിൻ്റെ നയങ്ങളായും സ്വീകരിച്ച് നടപ്പിലാക്കുന്ന സ്ഥിതി നാം കാണുകയുണ്ടായി. സാർ, ആ നയങ്ങളുടെ ഗുണദോഷങ്ങളെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് ചരമോപചാരത്തിൽ പോകുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, മൂലധന ശക്തികൾക്ക് അനുകൂലമായ സഹായകമായ ആഗോളീകരണ നയങ്ങൾ നടപ്പാക്കാതിരുന്ന രാജ്യങ്ങളും സാമ്പത്തിക ശക്തികളായി ഈ ലോകത്ത് ഉയർന്നു വന്നു എന്ന വസ്തുത നാം വിസ്മരിക്കുന്നു. ഞാനിതിൽ കാണുന്ന പോസിറ്റീവായുള്ള കാര്യം, തൻ്റെ ബോധ്യത്തോട് 100% നീതി പുലർത്തുവാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ആ നയങ്ങളുടെ ഗുണദോഷങ്ങളുടെ ചർച്ചയിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. പിന്നീട് വന്ന BJPയുടെ ഗവൺമെൻറ്റും അതേ നയങ്ങൾ തന്നെ കൂടുതൽ തീവ്രമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ എന്തൊക്കെ ഇമ്പാക്റ്റാണ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന ഒരു കാര്യത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് താൻ കണ്ടെത്തിയ കാര്യങ്ങൾ, ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിർഭയമായി നടപ്പിലാക്കുവാനുള്ള ആർജവം പ്രകടിപ്പിച്ച ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അദ്ദേഹത്തെ ചരിത്രം ഓർക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോപണം ഉണ്ടാകുമ്പോൾ പോലും വ്യക്തിപരമായി മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ ആ ആരോപണങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല എന്നതും നാം പ്രത്യേകമായി ഓർക്കണം. അവിടെ പരാമർശിക്കപ്പെടേണ്ടുന്ന പ്രത്യേകമായൊരു കാര്യം, ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ പോലും തികഞ്ഞ വിനയവും കുലീനമായ പെരുമാറ്റവും കൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മൻമോഹൻ സിംഗ് മാറിയിരുന്നു. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയോടൊപ്പം അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കുവാൻ എനിക്ക് ഒരവസരം കിട്ടി, നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി. കേരളത്തിലെ ഒരു സാധാരണ മന്ത്രിയോട് അദ്ദേഹം കാട്ടിയ ഒരു ആതിഥ്യ മര്യാദ, ഒരു പെരുമാറ്റ രീതി എന്നെയൊക്കെ അതിശയിപ്പിച്ചു. എത്ര ചെറിയ ആളുകളോട് പോലും വളരെ പ്രാധാന്യത്തോടുകൂടി, വളരെ മര്യാദയോടുകൂടി, മാന്യതയോടുകൂടി പെരുമാറാനുള്ള വിശാലമായൊരു മനസ്സ്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അറിവും അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനവും ഒന്നും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിനയത്തിന് കോട്ടമുണ്ടാക്കുന്ന രീതി പെരുമാറാൻ കഴിഞ്ഞൊരു വ്യക്തിത്വമായി മൻമോഹൻ സിംഗിനെ ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഗവൺമെൻറ്റിന് ശേഷം, NDA ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ചില നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പര്യാപ്തമായിട്ടുണ്ട് എന്നതിനാണ് എൻ്റെ വിശ്വാസം. സർവ്വ രാജ്യത്തെ 10 വർഷക്കാലം പ്രധാനമന്ത്രിയായി, അതിനു മുമ്പ് ധനകാര്യമന്ത്രിയായും മറ്റു പദവികളിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വ്യത്യസ്തമായ നിലപാടുകളെടുത്ത് രാജ്യത്തെ നയിച്ച ഒരു വ്യക്തിയായി മൻമോഹൻ സിംഗ് എന്നും സ്മരിക്കപ്പെടും. പ്രത്യേകിച്ച് സ്വാർത്ഥതയില്ലാതെ
തികഞ്ഞ വിനയത്തോടുകൂടി മാന്യമായി കുലീനമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയായി അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കും.